26 ആഴ്ച പ്രഗ്നന്റ് ആണ്. വയറ്റിൽ ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? സാധാരണമാണോ? എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഒരുപാട് ആളുകൾക്ക് ഒരു 10-24 ആഴ്ചയ്ക്ക് ശേഷം തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് വയറ്റിൽ ക്രാംസ് വരാവുന്നതാണ്. ഈ ക്രാംസ് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തതായി ബേബി മൂവ്മെന്റ്സ്, അതായത് കുഞ്ഞ് ചിലപ്പോൾ ഭയങ്കര ശക്തമായിട്ടൊക്കെ അനങ്ങുന്ന സമയത്ത് നമുക്കതൊരു ക്രാംസ് ആയിട്ട് അനുഭവപ്പെടാം. എന്താണ്, ഗ്യാസ് വന്ന് വയറ് നിറഞ്ഞ ഒരു ബ്ലോട്ടിംഗ് സെൻസേഷൻ വരുമ്പോഴും ചിലപ്പോൾ കുറച്ചൊരു വയറ് ഇങ്ങനെ ഒരു കല്ലിപ്പും കുറച്ചൊരു ക്രാംസ് വരുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. 3, റൗണ്ട് ലിഗമെന്റ് പെയിൻ. റൗണ്ട് ലിഗമെന്റ് എന്ന് പറയുന്നത് എന്താ? ഈ യൂട്രസിന്റെ 2 സൈഡിലും നമ്മുടെ ആ ഒരു സൈഡിലുള്ള ആ ഒരു എല്ലുകളുണ്ടല്ലോ, ആ പെൽവിക് ബോൺസിലേക്കൊക്കെ കണക്ട് ചെയ്യപ്പെടുന്ന പേശികളാണ്. അപ്പോൾ അതെല്ലാം സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിയുന്ന സമയത്ത് വേദന വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ പലർക്കും വരുന്നൊരു കാര്യമാണ്. ഇനി ഇത് കൂടാണ്ട് യൂട്രസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊന്ന് ടൈറ്റൻഡ് ആവാം. ഇതിനെ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇത് പേടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഇതെല്ലാം കൂടാണ്ട് പലപ്പോഴും പലരും വിട്ടുപോകുന്ന ഒരു കാരണമുണ്ട്, അതായത് ഡീഹൈഡ്രേഷൻ. ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ലെങ്കിൽ, നമ്മൾ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ വരാവുന്നതാണ്. ഇനി എപ്പോഴാണ് ഡോക്ടറെ ഉടനെ കൺസൾട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ ഉടനെ കൺസൾട്ട് ചെയ്യേണ്ടത്? ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് തുടർച്ചയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കൂടിക്കൂടി വരുന്നത്, അതിനോടൊപ്പം ബാക്ക് പെയിനും വരുന്നത്, അതിൻ്റെ കൂടെ ബ്ലീഡിങ് അല്ലെങ്കിൽ വെള്ളം പോലത്തെ ഡിസ്ചാർജ് താഴെ വജനയിൽ കൂടി വരുന്നത്, ശക്തമായിട്ടുള്ള വയറുവേദന, ക്രാംസ് മാത്രമല്ല വളരെ ശക്തമായിട്ടുള്ള വയറുവേദന വരുന്നത്, പനി ഉണ്ടെങ്കിൽ, മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നത്, അതൊക്കെ മൂത്രപ്പഴുപ്പിന്റെ ലക്ഷണമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കാണിക്കുന്നത് ആണ് ഏറ്റവും ഉചിതം. എന്തായാലും വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ പ്രഗ്നൻസി ടൈമിൽ. പലരും ചെയ്യാത്ത കാര്യമാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകണ്ടേ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വെള്ളം കുടിക്കില്ല.